നമസ്കാരം. ഏവർക്കും കുട്ടിപ്പാട്ടുറുമാലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കുഞ്ഞു പാട്ടുകാരുടെ വലിയ പാട്ടുകളുടെ വേദിയാണ് കുട്ടിപ്പാട്ടുറുമാൽ. ഹാപ്പി ജാം സോസസ് പിക്കിൾസ് പ്രസൻസ് കുട്ടിപ്പാട്ടുറുമാൽ സീസൺ 2 നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഹാപ്പി പവർഡ് ബൈ ബ്യൂട്ടി മാർക്ക് ഗോൾഡ്. ഏവർക്കും സ്വാഗതം. കുട്ടിപ്പാട്ടുറുമാൽ സീസൺ 2 വിജയികളെ കാത്തിരിക്കുന്നു സുൽത്താൻ ഗോൾഡ് ഇന്റർനാഷണൽ സ്പോൺസർ ചെയ്യുന്ന 5 ലക്ഷം രൂപയുടെ ക്യാഷ് പ്രൈസസ്. കുട്ടിപ്പാട്ടുറുമാലിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് നമുക്ക് നമ്മുടെ ജഡ്ജസിനെ സ്വാഗതം ചെയ്യാം. ഷബ്നത്ത, സജ്ലത്ത, ഫിറോസിക. നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ ഓർക്കസ്ട്ര ടീം. മധുരതരമായ ഗാനങ്ങൾക്കൊപ്പം നമ്മുടെ ഒഫീഷ്യൽ ടേസ്റ്റ് പാർട്ട്ണർ ഹാപ്പി ജാം സോസസ് പിക്കിൾസ് പ്രസൻസ് കുട്ടിപ്പാട്ടുറുമാൽ സീസൺ 2 പവർഡ് ബൈ ബ്യൂട്ടി മാർക്ക് ഗോൾഡ്. ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യമായി മൈലാഞ്ചി മുഞ്ചി വിരിയിക്കുന്ന ഒരു പെർഫോമൻസുമായി മെഹന്തി റൗണ്ടിലെത്തുന്നു ജോത്സ്ന. എന്തോ ഏത് റൗണ്ടിലാ ഇന്ന് പാടുന്നേ? മൈലാഞ്ചി റൗണ്ടിൽ. മൈലാഞ്ചി വെച്ചിട്ടുണ്ടോ? ഇല്ല. മൈലാഞ്ചി വെക്കാൻ ഇഷ്ടമാണോ? മൈലാഞ്ചി ഇട്ടിട്ടുണ്ടോ ഇതിനു മുമ്പ്? ഏത് പാട്ടാ പാടുന്നേ? അനുഭൂതികളായിരം. കല്യാണ പാട്ടാണോ? അതെ. അപ്പം കൂടെ ആരാ സപ്പോർട്ടേഴ്സ് ഉണ്ടോ? ഉണ്ട്. ഡാൻസ് ഒക്കെ ഉണ്ടോ? ഒപ്പനൊക്കെ ഉണ്ടോ? ഓ, എല്ലാം ഉണ്ട്. അപ്പൊ ഇവിടെ ഒരു കല്യാണത്തിന്റെ മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ് മെഹന്തി റൗണ്ടിൽ. സോ ഹാപ്പി കീപ്സ് എവരി മുഞ്ചത്തി പെണ്ണ് ഹാപ്പി. സൂപ്പർ. ജോത്സ്ന, അപ്പൊ മൈലാഞ്ചി റൗണ്ടിൽ ഉഷാറായി മൈലാഞ്ചി ഒക്കെ വെച്ച് ഒരു കല്യാണ വീട് സൃഷ്ടിക്കണം കേട്ടോ. ഉഷാറാക്കാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അനുഭൂതികളായിരം ഓർത്തിരുന്നൊരു മുത്ത് ബീവി, ആ കല്യാണമല്ലേ ഇന്ന് ആരംഭപ്പൂവി. അനുഭൂതികളായിരം ഓർത്തിരുന്നൊരു മുത്ത് ബീവി, ആ കല്യാണമല്ലേ ഇന്ന് ആരംഭപ്പൂവി. അനുഭൂതികളായിരം ഓർത്തിരുന്നൊരു മുത്ത് ബീവി, ആ കല്യാണമല്ലേ ഇന്ന് ആരംഭപ്പൂവി. അനുഭൂതികളായിരം
ജോത്സ്ന കുട്ടി, എന്തോ എന്തായിരുന്നു ഇവിടെ കല്യാണ വീട്ടിലെ പോലെ മണവാട്ടിയും ഒപ്പനക്കാരും ജോത്സ്ന കുട്ടീൻ്റെ പാട്ടും ഒക്കെ കൂടി? താങ്ക് യു. ഉഷാരായിരുന്നു. അപ്പം എന്താ പാട്ടിനെ കുറിച്ച് എന്താ തോന്നുന്നേ? നന്നായി പാടിയോ അതോ കല്യാണത്തിരിക്കല്? കുഴപ്പമില്ലാത്ത പാടി. നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം. ഓ ഷുവർ. ഷബ്നിത്ത? ജോത്സ്ന എന്തോ സൂപ്പർബ്. താങ്ക് യു. എന്താ അവിടെ കാണുന്നതെന്നറിയോ? ഞാനിപ്പോൾ ഒരു ഗാർഡനാണ് ശരിക്കും. എത്ര ഫ്ലവേഴ്സാണ് വിരിഞ്ഞ് നിൽക്കുന്നത്. യു ഓൾ ലുക്കിംഗ് ഗോർജിയസ്. താങ്ക് യു. എസ്പെഷ്യലി ജോത്സ്ന. താങ്ക് യു. ശരിക്കും ഞാൻ മറന്നുപോയി മോളെ, ഇത് ശരിക്കും ഒരുപാട് എൻജോയ് ചെയ്തു. ഞങ്ങൾ 3 ആളും എൻജോയ് ചെയ്തു. കാര്യം പ്രത്യേകിച്ച് പാട്ടിനെ പറ്റി പറയാനാണെങ്കിൽ ഞാൻ ആദ്യം അത് പറയാം. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള മൈലാഞ്ചി സോങ് ആണ്. സാധാരണ നമ്മൾ കേൾക്കുന്നതിലും കുറേ ഡിഫറെൻ്റ് ആയിട്ടുള്ള, അതായത് ഒരു ഇംഗ്ലീഷ് മോഡ് ഓഫ് ഓർക്കസ്ട്രേഷനാണ് ഇതിനകത്ത് മിക്സ് ചെയ്ത് വന്നിരിക്കുന്നത്. എസ്പെഷ്യലി എന്താണ് വിജയേട്ടനും ഡോണേട്ടനും ഒക്കെ വായിച്ച ആ ബിറ്റുണ്ടല്ലോ, സൂപ്പർ. സാധാരണ നമുക്കങ്ങനെ ഈ മാപ്പിള സോങ്സിൽ അല്ലെങ്കിൽ മൈലാഞ്ചി സോങ്സിൽ ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല. അതുകൊണ്ടാണ്. ഓർക്കസ്ട്രേഷൻ വാസ് സൂപ്പർ. മോള് പാടിയതും അസ്സലായിരുന്നു. താങ്ക് യു. നന്നായിട്ട് തന്നെ മോള് പാടി. പ്രത്യേകിച്ച് ജോത്സ്ന ഇടയ്ക്ക് ഡാൻസൊക്കെ ചെയ്ത് എന്താ ഞാൻ പറയണ്ടേ അതിനെപ്പറ്റി. ഒരു ഓൾറൗണ്ടറാണ് ജോത്സ്ന, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഓക്കെ, ഡാൻസേഴ്സ് യു സപ്പോർട്ടഡ് വെരി വെൽ കേട്ടോ. താങ്ക് യു സോ മച്ച്. ഇനിയും നിങ്ങൾ ഇതുപോലെ സപ്പോർട്ട് ചെയ്യണം. പ്രത്യേകിച്ച് പാട്ടിനെ പറ്റി പറയാനാണെങ്കിൽ ഞാൻ ആദ്യം അത് പറയാം. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള മൈലാഞ്ചി സോങ് ആണ്. സാധാരണ നമ്മൾ കേൾക്കുന്നതിലും കുറേ ഡിഫറെൻ്റ് ആയിട്ടുള്ള, അതായത് ഒരു ഇംഗ്ലീഷ് മോഡ് ഓഫ് ഓർക്കസ്ട്രേഷനാണ് ഇതിനകത്ത് മിക്സ് ചെയ്ത് വന്നിരിക്കുന്നത്. എസ്പെഷ്യലി എന്താണ് വിജയേട്ടനും ഡോണേട്ടനും ഒക്കെ വായിച്ച ആ ബിറ്റുണ്ടല്ലോ, സൂപ്പർ. സാധാരണ നമുക്കങ്ങനെ ഈ മാപ്പിള സോങ്സിൽ അല്ലെങ്കിൽ മൈലാഞ്ചി സോങ്സിൽ ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല. അതുകൊണ്ടാണ്. ഓർക്കസ്ട്രേഷൻ വാസ് സൂപ്പർ. മോള് പാടിയതും അസ്സലായിരുന്നു. താങ്ക് യു. നന്നായിട്ട് തന്നെ മോള് പാടി. പ്രത്യേകിച്ച് ജോത്സ്ന ഇടയ്ക്ക് ഡാൻസൊക്കെ ചെയ്ത് എന്താ ഞാൻ പറയണ്ടേ അതിനെപ്പറ്റി. ഒരു ഓൾറൗണ്ടറാണ് ജോത്സ്ന, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഓക്കെ, ഡാൻസേഴ്സ് യു സപ്പോർട്ടഡ് വെരി വെൽ കേട്ടോ. താങ്ക് യു സോ മച്ച്. ഇനിയും നിങ്ങൾ ഇതുപോലെ സപ്പോർട്ട് ചെയ്യണം. എന്തായാലും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു മോളെ. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഇത്ത. സജ്ലത്ത? ജോത്സ്ന, എന്തോ ഞാനും ഇതന്നെയായിരുന്നു മോള് പാട്ട് തുടങ്ങിയപ്പോൾ എഴുതി വെച്ച ഡിഫറെൻറ്റ് സോങ് ആണ്. ഒരു വെസ്റ്റേൺ മെഹന്തി സോങ് അല്ലേ? അതെ. ആരാ മോൾക്ക് ഈ പാട്ട് സെലക്ട് ചെയ്തെന്നേ? ഇത് അർഷഫ് ക കമ്പോസ് ചെയ്ത പാട്ടാണ്. ആര്? അർഷഫ് ക, നമ്മുടെ സ്വന്തം ഗ്രൂമറായ ആണ് അല്ലേ? അങ്ങനെ ഗ്രൂമർ എന്ന് പറഞ്ഞോണ്ട് ഇപ്പൊ പേര് മനസ്സിലായി. എന്താ പറയണ്ടേ, ഒരു മെഹന്തി റൗണ്ടിന് വേണ്ടുന്ന ആ ഒരു എല്ലാ കളറും നിങ്ങളെല്ലാവരും കൂടി കൊണ്ടുവന്നു കേട്ടോ. ഒപ്പനയുടെ ആ ഒരു നിങ്ങളുടെ ആ ഡ്രസ്സിൻ്റെ കളറൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതാണ് പറഞ്ഞത്, ഒരു ഫ്ലവേഴ്സ് ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നതെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. നല്ല രസമുണ്ടായിരുന്നു. നിങ്ങൾ നന്നായിട്ട് തന്നെ ജോത്സ്നയെ സപ്പോർട്ട് ചെയ്തു. ആ ഒരു കല്യാണ വീട് എന്ന് പറയുമ്പോൾ ആ നിറഞ്ഞു നിൽക്കില്ലേ, ഫുള്ളായിരിക്കും കല്യാണ വീട്, ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട്. അതുപോലെ തന്നെ നമുക്ക് ആ സ്റ്റേജ് ഫീൽ ചെയ്ത് ഇവിടുന്ന് കാണുമ്പോൾ കേട്ടോ. മോളും നന്നായിട്ട് പാടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യം മോളുടെ പാട്ടിൽ കുറച്ച് മിസ്റ്റേക്സ് ഒക്കെ വരുത്തിയിട്ടുണ്ടായിരുന്നു. മുന്നേ പാടിയതിനെക്കാട്ടി കുറച്ച് പുറകോട്ടായിരുന്നു കഴിഞ്ഞ തവണത്തെ പെർഫോമൻസ്. പക്ഷേ മോള് പഴയതിലേക്ക് തന്നെ തിരിച്ചു വരുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് മോൾ, അത് മനസ്സിലാവുന്നുണ്ട്. പിന്നെ ഈ പാട്ട് കേട്ടപ്പോൾ എനിക്ക് ഒരു ക്രിസ്ത്യൻ സോങ്സിൻ്റെ ഒക്കെ ഒരു ടച്ചായിരുന്നു. കുറേ പാർട്സൊക്കെ ആയിട്ട് എനിക്ക് ഫസ്റ്റ് പല്ലവിയിൽ പാടിയ ആ പാർട്ട് എനിക്ക് അത്ര വൃത്തിയായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ അനുപല്ലവി കഴിഞ്ഞു വന്ന പല്ലവിയിലൊക്കെ ഓക്കെ ആയി. പിന്നെ ലാസ്റ്റൊക്കെ പാടി, ലാസ്റ്റ് ആയിരുന്നു റിഫയാണോ പാട്ട് പാടിയത്? ആണ്. നല്ല കറക്റ്റായിട്ട് പാടി. എന്നാലും കുറച്ചുകൂടെ ഒന്നുകൂടെ പെർഫെക്റ്റ് ആവണം തോന്നി. എന്നാലും നന്നായിട്ട് റിഫ സപ്പോർട്ട് ചെയ്തു കേട്ടോ. എല്ലാ കോറസ് നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാലും ജോത്സ്ന ഇതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാം കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഫിറോസ് കാ? ക്യാ ഗീത് ഹേ, പിന്നെ ഒപ്പനക്കാരുടെ ക്യാ ഹാത്ത് ഹേ, ടോട്ടലി ക്യാ ബാത്ത്. അത് പറയാനാണ് എനിക്ക് തോന്നിയത് ആദ്യം. ഗംഭീരമായിരുന്നു മോളെ, ഭയങ്കര കളറാണ്. ഇവർ പറഞ്ഞത് ഇനി ഞാൻ ആ വാക്കുകളിലൂടെ തന്നെ ആവർത്തിക്കുന്നില്ല. സെയിം ഫീലിംഗ് തന്നെ എനിക്കും കിട്ടി. എനിക്ക് മോളിത് പാടിയപ്പോൾ ശബ്നം പറഞ്ഞല്ലോ, ഇങ്ങനെ ഒരു പാട്ട് ഒരു വെസ്റ്റേൺ തുടക്കത്തിൽ ഞാൻ കേട്ടിട്ടില്ല എന്നുള്ളത്. ബാബുക്കയുടെ ഒരു പാട്ടുണ്ട്, മോള് കേട്ടിട്ടുണ്ടോ? ഈ കളിയും കളിയല്ല. എൻ്റെ രണ്ടാമത്തെ ഭാഗം ഇവരൊക്കെ കേട്ട് കാണും, ഓർക്കസ്ട്ര ഒക്കെ കേട്ട് കാണും. ഈ കളിയും കളിയല്ല, ഈ ചിരിയും ചിരിയല്ല,
കാനേത്തൊന്ന് കഴിഞ്ഞോട്ടെ കൈ പിടിക്കാൻ വന്നോട്ടെ. ഒരു ഭാഗം. ബാബുക്ക് രണ്ടാമത്തെ ഭാഗം ചെയ്തത് കളിയാട്ടക്കാരി കിളിനാഥക്കാരി കണ്ടാൽ സുന്ദരി മണവാട്ടി മുല്ലപ്പൂവാണി മണനാനി കൺമണിച്ചേലൊത്ത മണവാട്ടി. കളിയാട്ടക്കാരി കിളിനാഥക്കാരി കളിയാട്ടക്കാരി. ഈ പാട്ട് ഭയങ്കര അറേഞ്ച്മെന്റ്. മെഹബൂബ് ഭായി ആണ് രണ്ടാമത്തെ ഭാഗം പാടിയത്. ആദ്യത്തെ ഭാഗം എല്ലാവരും ഈശ്വരി അമ്മയും. എനിക്ക് ആ പാട്ട് ഇങ്ങനെ തട്ടിയത് മോള് പാടിയപ്പോൾ. തുടക്കമൊക്കെ എന്തായിരുന്നു ഓർക്കസ്ട്രേഷൻ. ഡോൾമാൻ ബേസ് ഗിറ്റാറിന് പൊതുവേ സാധ്യതകളുള്ള പാട്ടുകൾ പൊതുവേ നമ്മൾ പറയൂല്ലേ, മാപ്പിളപ്പാട്ടിലൊന്ന് കുറയുന്നൊക്കെ പറഞ്ഞു പോകും അല്ലേ. ചിലപ്പോൾ പൊതുവേ നമ്മളിങ്ങനെ നേരെ വെച്ച് പോകണം. ഇത് ഭയങ്കര സുഖമായിരുന്നു. വിജയൻ തകർത്തു. ഖമറു, സാക്സ്, പിന്നെ ഡ്രമ്മിൻ്റെ ബീറ്റൊക്കെ ഞാൻ കൂടെ വായിക്കുകയായിരുന്നു ബിജുവിൻ്റെ കൂടെ. ഒരു വ്യത്യസ്തമാർന്ന ഒരു ഒപ്പനപ്പാട്ട് മോള് കൊണ്ടുവന്നു. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു അക്ക. വളരെ നല്ല കമൻസ് ആണ്. എല്ലാവരും ആ ഒരു കല്യാണ വീട്ടിൽ ആ ഒരു മൂഡിലേക്ക് എത്തിയിട്ടുണ്ട് അല്ലേ. മാർക്സ് വെക്കണ്ടേ? ഫിറോസിക്ക 39. താങ്ക് യു അക്ക. സജ്ലത്ത 29. ഷബ്നത്ത 29.5. ജോസ്ന എന്തോ ടോട്ടൽ മാർക്ക് എത്രയാ? ആഡ് ചെയ്യാൻ അറിയില്ല. 97. യെസ്, 97.5. വളരെ നല്ല മാർക്സ് ആണ് കിട്ടിയിട്ടുള്ളത്. അവർ ചില സ്ഥലങ്ങളിൽ പിശുക്കിയിട്ടുണ്ട്. അതിന് കമ്മിങ് സ്റ്റേജസിൽ കമ്മിങ് എപ്പിസോഡ്സിലൊക്കെ ഉഷാറായിട്ട് അതും ആ കട്ട് ചെയ്ത മാർക്കും കൂടെ വാങ്ങിയെടുക്കണം. ഓക്കെ. അപ്പോൾ നമ്മളെല്ലാവർക്കും ഇന്നൊരു വിഷ്വൽ ട്രീറ്റ് തന്നെ നൽകിയ നമ്മളെ ജോസ്ന കുട്ടിക്ക് റിഹാസ് വെഡിങ് സെന്റർ തലശ്ശേരി നൽകുന്ന ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ഉണ്ട്. ഹാപ്പി? നേരത്തെ എന്തോ പറഞ്ഞല്ലോ ഹാപ്പി ആയപ്പോ. ഹാപ്പി കീപ്സ് എവറി മുഞ്ചത്തി പെണ്ണ ഹാപ്പി. അടുത്തതായി കുട്ടിയും ഗോലും റൗണ്ടിൽ പെർഫോം ചെയ്യാനെത്തുന്നു അസർ ആൻഡ് പുണ്യ. പുണ്യ, വെൽക്കം ബാക്ക് ടു കുട്ടിപ്പട്ടുമാൽ. താങ്ക് യു. എന്തൊക്കെയാണ് വിശേഷം? നല്ല വിശേഷം. പുണ്യ നമ്മുടെ കുട്ടിപ്പട്ടുമാൽ സീസൺ 1 ഫൈനലിസ്റ്റ് ആണ്. എന്തൊക്കെയാണ് പിന്നെ? എനിക്ക് ഫൈനലിന് ശേഷം ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്. പിന്നെ നന്നായിട്ട് പോകുന്നു. അതുപോലെ എനിക്ക് കുറേ ആൾക്കാരോട് നന്ദി പറയാനുണ്ട്. പ്രത്യേകിച്ച് ബഷീർക്ക, അഷ്റഫ്ക്ക, ജഡ്ജസ്, ഓർക്കസ്ട്രയിൽ എല്ലാവരും, കൈരളിയിലെ എല്ലാ ക്രൂസിനും ഒരുപാട് നന്ദി പറയും. ഓക്കെ. അപ്പം പുണ്യ ഹാപ്പി അല്ലേ? കുട്ടിപ്പട്ടുമാൽ സീസൺ 2 ഇപ്പം നമ്മുടെ മിടുക്കന്മാരും മിടുക്കികളും നിങ്ങളുടെ കൂടെ പാടാൻ വേണ്ടി റെഡി ആയിക്കാണ്. അസർ, ഏത് പാട്ടാണ് വരുന്നത്? കണ്ണാടി കവിളിൽ നുണക്കുഴി. ആഹാ, പഞ്ചാര അടിക്കാനുള്ള പാട്ടാണല്ലേ. അപ്പം അസർ നന്നായി പാടുക. ഓൾ ദി ബെസ്റ്റ്. കണ്ണാടി കവിളിൽ നുണക്കുഴി പുഞ്ചിരി തഞ്ചും നിൻ ചുണ്ടിലൊളി മുത്തോ കണ്ണേ എൻ കൽവിലെ രാജാത്തി കാഞ്ചന മഞ്ചരിൽ നെഞ്ചുള്ളിൽ നീ സുൽത്താൻ ചെഞ്ചുണ്ടിൽ പാലഞ്ചും പുഞ്ചിരി പങ്കജപ്പൂമൊട്ടോ പഞ്ചമരാഗം കൊഞ്ചിടും പഞ്ചവർണ്ണത്തെ
പങ്കജപ്പൂമൊട്ടോ പഞ്ചമരാഗം കൊഞ്ചിടും പഞ്ചവർണ്ണത്തത്തെ ചെഞ്ചുണ്ടിൽ പാലഞ്ചും പുഞ്ചിരി പങ്കജപ്പൂമൊട്ടോ പഞ്ചമരാഗം കൊഞ്ചിടും പഞ്ചവർണ്ണത്തത്തെ ചുങ്കിൽ അങ്കി വിളങ്ങാം തങ്കനില കുളിർ തിങ്ങും മുഹബത്തിൽ കണ്ണാടി കവിളിൽ നുണക്കുഴി നെഞ്ചിരും പുഞ്ചിരി തഞ്ചും നിൻ ചുണ്ടിലൊളിൽ മുത്തോ കൽബിലെ രാജാത്തി നെഞ്ചുള കാഞ്ചന മഞ്ചലിൽ നെഞ്ചുള്ളിൽ നീ സുൽത്താൻ. അജയ് മാക്സിമം യൂട്ടിലൈസ് ചെയ്തു അല്ലേ സോങ്? പുണ്യക്കുട്ടിയായിട്ട് കുറേ അതിൻ്റെ ഇടയിൽ ഒന്ന് ഡാൻസ് ചെയ്യാനൊക്കെ നോക്കി നുണക്കുഴിയൊക്കെ വന്നില്ലേ? അസറിൻ്റെ ഉമ്മ എപ്പോഴും അസറിൻ്റെ പാട്ട് കേട്ട് കഴിഞ്ഞാൽ ആനന്ദം കൊണ്ടാണോ സെൻറ്റിമെൻറ്റ്സ് കൊണ്ടാണോ എന്നറിയില്ല, എപ്പോഴും കരയാണെന്നാണ് പറയുക. കരഞ്ഞ് കാണാറുണ്ട് അല്ലേ? ഇന്ന് അതുകൊണ്ടാണോ ഇങ്ങനെ പഞ്ചാരടിച്ച് പാട്ട് പാടി? എന്തായാലും നമുക്ക് കമൻറ്റ് ചോദിക്കണ്ടേ? റോസ്ക ഇങ്ങനെ കണ്ണട വെച്ച് സൂക്ഷിച്ച് നോക്കുന്നുണ്ടായിരുന്നു. അസർ എന്താണ് ഇങ്ങനെ? ചോദിക്കാം. ഫിറോസ്ക പുണ്യ സ്കൂളിൽ മത്സരങ്ങൾക്കൊക്കെ അല്ലേ തിളങ്ങി നിൽക്കുന്നില്ലേ? ഇപ്പോൾ വേറൊരു ഒരു സ്കൂളിൽ മറ്റ് സ്റ്റാർസിൻ്റെ കൂടെ ഒരു ഷൈനിങ് സ്റ്റാർ ആയിട്ട് ഇങ്ങനെ നിൽക്കും അല്ലേ? അങ്ങനെ തന്നെ അല്ലേ? ഓക്കെ മോളെ, വളരെ സന്തോഷം കേട്ടോ, കണ്ടതിൽ വളരെ സന്തോഷം, ക്ഷേമം അറിഞ്ഞതിൽ സന്തോഷം. അസർ പുണ്യോടാണോ നിങ്ങളൊക്കെ വർത്താനം? ഞാൻ എന്താന്ന് അസർ, ഞാനിപ്പോൾ എന്താ പാട്ടല്ലേ പാടിയതെന്ന്. ഇനി അസറിലേക്ക് വരാം. അസർ മനോഹരമായിട്ട് പാടി രണ്ടുപേരും കേട്ടോ. എന്തൊരു പുതുമയുള്ള പാട്ടാണ്. ഞാൻ പുണ്യയുടെ ഒരു സെക്ഷൻ കഴിഞ്ഞതിന് ശേഷം ആലോചിക്കുകയായിരുന്നു ഈ പാട്ടിലേക്ക് വരാൻ. ഭയങ്കര പുതുമയുള്ള പാട്ട് കേട്ടോ. ദാസേട്ടനും സുജാത ചേച്ചിയും പാടിയതല്ലേ? അപ്പോൾ അത് ആ രണ്ടുപേര് പാടിയ പാട്ട് എടുത്ത് പാടുമ്പോൾ നിങ്ങളും കാര്യമായിട്ടൊന്ന് തയ്യാറെടുക്കണം കേട്ടോ. അങ്ങനെ തയ്യാറെടുത്ത് തന്നെ പാടി കേട്ടോ, മനോഹരമായിട്ട് പാടി. പിന്നെ കുറഞ്ഞൊരു ശ്രുതി പ്രശ്നം അസറിന് ഇങ്ങനെ ഉണ്ടായിരുന്നു, ഒരു ഇങ്ങനെ എവിടേക്കെയോ കുറച്ച്, വളരെ കുറച്ച് കേട്ടോ, അതിങ്ങനെ ഒന്ന് വേറിട്ട് നിന്നിരുന്നു കുറഞ്ഞ സ്ഥലത്ത്. അത് ഞങ്ങളുടെ മുഖഭാവത്തിൽ നിന്നൊക്കെ മനസ്സിലായി കാണും അല്ലേ അസറേ? പിന്നെ അസറത്ത് മനസ്സിലാവുന്ന കുട്ടിയുമാണ്, അത്ര നന്നായിട്ട് പാടുന്ന കുട്ടിയല്ലേ. ഭയങ്കര പുതുമ പാട്ട്, ഭയങ്കര പുതുമയുള്ള പാട്ട്, രണ്ടുപേരും നന്നായി പാടി. പുണ്യ പിന്നെ ഒരു പ്രത്യേക തലം, ഞങ്ങൾ സുശീലാമ്മയുടെ പാട്ടിനോടൊക്കെയാണ് എനിക്ക് അങ്ങനെ പാടുന്ന കുട്ടിയാണ്. സാധാരണ ഫീമെയിൽ സിംഗറല്ല പുണ്യ, അങ്ങനെയാണ്. സാധാരണ ഒരു ഫീമെയിൽ സിംഗറല്ല, ഒരു വെറൈറ്റി സിംഗിങ് ആണ്, ഒരു എന്താ പറയുക, ഒരു പെക്യുലർ ടൈപ്പ് ഓഫ് സിംഗിങ് ആണ്. അങ്ങനെ പാടുന്നൊരു കുട്ടിയാണ്. അപ്പോൾ അത് ആ പാട്ടിൻ്റെ അനുപല്ലവിയിലൊക്കെ രണ്ടുപേരും ഏറ്റുപാടിയപ്പോഴൊക്കെ ആ ഒരു ശൈലി കൊണ്ടുവന്നു. അതിലേക്ക് ഉയർന്നു പാടാൻ അസറും ശ്രമിച്ചു. എന്തായാലും വളരെ സന്തോഷം പോലെ ഭംഗിയായിട്ട് പാടി. താങ്ക് യു കാ. സജിലത്ത, എൻ്റെ രണ്ട് ഫേവറേറ്റ് സിംഗേഴ്സാണ് നിങ്ങൾ രണ്ടാളും. കഴിഞ്ഞ സീസണിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആണ് പുണ്യ. എനിക്ക് ശരിക്കും പുണ്യയുടെ സിംഗിങ് മിസ് ചെയ്യാറുണ്ട് കേട്ടോ. ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് പുണ്യ വീണ്ടും ഈ സ്റ്റേജിൽ വന്നെങ്കിൽ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. കാരണം എനിക്ക് ഫിറോസ്ക പറഞ്ഞ പോലെ തന്നെ ഒരു സ്പെഷ്യലാണ് പുണ്യയുടെ സിംഗിങ്. ഒരു പല ഫീമെയിൽസിൽ നിന്നും ഒരു ഡിഫറെൻ്റ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സിംഗിങ് ആണ് മോളുടേത്. പിന്നെ വീണ്ടും കാണാൻ സാധിച്ചതിൽ മോൾ നന്നായി സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു കേട്ടോ അസറിനെ. പിന്നെ എനിക്ക് ഏറ്റവും ഫസ്റ്റ് പറയാനുള്ള ഈ ഒരു പാട്ട്, എന്താണ് പാട്ട്, ഭയങ്കര ഒരു സോങ് കേട്ടോ. ദാസേട്ടനും സുജാതേച്ചിയും പാടിയതാണ് അല്ലേ? സൂപ്പർ സോങ് സെലക്ഷൻ. മോൻ ആരെ ഈ പാട്ട് സെലക്ട് ചെയ്തെന്നേ? മൂത്തമ്മ. ഓക്കെ, ഉമ്മയുടെ ഏട്ടത്തി. നല്ല സോങ് കേട്ടോ. ഒരു ഭയങ്കര എന്തോ ഒരു സുഖം ഉണ്ടായിരുന്നു അത് കേൾക്കാൻ വേണ്ടിയിട്ട്. മോൻ പാടി ആ ഒരു പല്ലവിയിലത്തെ ഫസ്റ്റത്തെ ട്യൂൺ തന്നെ മോന് ഫസ്റ്റ് ഒരു ലൈൻ പാടിയിട്ട് ഓർക്കസ്ട്ര തുടങ്ങിയില്ലേ, അപ്പോൾ തന്നെ ശരിക്കും ആടി പോവായിരുന്നു കേട്ടോ. ആ ഒരു പഞ്ചിലിങ്ങനെ ലയിച്ചു പോവായിരുന്നു. നല്ലൊരു സോങ്. അതിൽ തന്നെ ഞങ്ങളെ കീഴടിക്കും കേട്ടോ സർ. ആ ഒരു സെലക്ഷൻ തന്നെ സൂപ്പറായിരുന്നു. എന്തായാലും നല്ലൊരു സിംഗിങ് ആയിരുന്നു രണ്ടാളും ഞങ്ങൾക്ക് തന്നത് കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. അസ്സലായിരുന്നു. ശരിക്കും ഒരു മൊഹബത്തിൻ്റെ ഫീല് കിട്ടി എനിക്ക്. സത്യമായിട്ടും ഒരു ശരിക്കും ആ ഒരു അത്രത്തോളം മനോഹരമായിട്ടുള്ള, വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ് ഞങ്ങളത്. അത്ര നല്ലൊരു സോങ്, നല്ല രസമുണ്ടായിരുന്നു, നല്ല ഫീൽ ഉണ്ടായിരുന്നു. പുണ്യെ പറ്റി പറയാനാണെങ്കിൽ മോളുടെ ചരണം കേട്ടപ്പോൾ തന്നെ മോളുടെ ടാലൻ്റ് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. അസലായിരുന്നു ചരണം. അതിലൊക്കെ എന്തോ ആ ഒരു പ്രത്യേകിച്ച് വല്ലാത്തൊരു ഫീലായിരുന്നു മോളെ ചരണത്തിൽ കൊടുത്തത്. ഒരു സംഗതിയും നന്നായിരുന്നു. അസറിനെ പറ്റി ഞാൻ എന്താ പറയണ്ടേ? അസർ എപ്പോഴും നന്നായിട്ട് പാടുന്ന സിംഗറാണ്. അസറിന് എല്ലാം അറിയാവുന്ന സിംഗറാണ് അല്ലേ? പിന്നെ എനിക്ക് തോന്നിയത് ആ ഒരു സ്ലൈറ്റ് ഒരു ഫ്ലാറ്റായിട്ട്
ശ്രുതിയിൽ നിന്ന് താഴോട്ട് പോകാനുള്ള ഒരു ടെൻഡൻസി, പോയി എന്നല്ല ഞാൻ പറയുന്നത്, ഒരു ടെൻഡൻസി, ഞാൻ പോണോ വേണ്ടേ പോണോ ഇങ്ങനെ നിൽക്കുന്നു. അത് മാത്രമേ ഉള്ളൂ ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത്. ബാക്കി മോൻ ഫീൽ വൈസും ഒക്കെ അസലായിട്ട് തന്നെ പാടി മോൻ കേട്ടോ. പിന്നെ എന്താണ്, രാജാത്തിക്കാണ് കേട്ടോ സുൽത്താനെക്കാട്ടി ഹൈറ്റ്. എന്തായാലും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു താ. അസർ, നല്ല കമൻസ് ആണ് കിട്ടിയിട്ടുള്ളത്. ആർക്ക് വയ്ക്കാം? സജിലത്ത 29 തരുന്നു. താങ്ക് യു. ഷബ്നത്ത 29.5. ഫിറോസ്ക അസറിന് 39. അസർ, ടോട്ടൽ എത്രയാ? 97.5. 97.5 ആണ് അസറിന്റെ ഈ റൗണ്ടിലെ മാർക്സ്. അപ്പം ഇനി ആ കുറഞ്ഞു പോയ ചെറിയ പോയിന്റ്സും കൂടെ നെക്സ്റ്റ് സോങ്ങിൽ പിടിക്കാം. അപ്പം വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് നടത്തിയ നമ്മുടെ അസറിനും പുണ്യക്കുട്ടിക്കും നല്ല 2 ഗിഫ്റ്റ്സ് ഉണ്ട്. ചേലാസ് വെഡിങ് സെന്റർ അടൂർ നൽകുന്ന നല്ലൊരു സമ്മാനം പുണ്യക്കുട്ടിക്ക്, റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന സമ്മാനം അസറിന്. സന്തോഷായില്ലേ? സ്പെഷ്യൽ താങ്ക്സ് ഓർക്കസ്ട്ര ഔഷറൊക്കെ ബഷീറൊക്കെ പറഞ്ഞു. കമറൊക്കെ അല്ലേ. താങ്ക് യു. ഓർക്കസ്ട്ര ടീമിൽ നമ്മുടെ അസറിന്റെ ഒരു സ്പെഷ്യൽ താങ്ക്സ് ആണ് ഇപ്പോൾ പറഞ്ഞത്. ഓക്കെ, അപ്പം അസറിന്റെയും പുണ്യന്റെയും വെരി ക്യൂട്ട് പെർഫോമൻസ് ആണ് നമ്മൾ കണ്ടത്. അപ്പം നെക്സ്റ്റ് കമ്മിങ് റൗണ്ട്സിൽ രണ്ടാളും റിജോയിൻ. ഓക്കെ, അടുത്തതായി മനസ്സിനക്കരെ റൗണ്ടിൽ പാടാനെത്തുന്നു ഹാഷിം. ഹാഷിം, സുഖാണോ? ഓക്കെ, ഇപ്പൊ മനസ്സിനക്കരെ റൗണ്ടിൽ ഏത് പാട്ടാ പാടുന്നേ? മറക്കാൻ കഴിയില്ല പഴയകാലം. ഓക്കെ, പ്രവാസികൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ഹാഷിം നന്നായി പാടാം. ഓൾ ദി ബെസ്റ്റ്. ഹാഷിമേ, നീ എന്താ ജോലിക്ക് പോയില്ലേ? എന്താ നിനക്ക് സുഖമില്ലേ? നിന്റെ എന്താ കത്തോ? ഇക്കാലത്തും കത്തെഴുതുന്നവരുണ്ടോ? എവിടെ കാണട്ടെ. പ്രിയപ്പെട്ട ഹാഷിമിന്, എത്ര വിളിച്ചാലും ഫോൺ എടുക്കില്ലല്ലോ നീ. അതാ ഇത്തരമൊരു കത്ത് ഞങ്ങൾ അയക്കുന്നത്. നിനക്ക് സുഖമല്ലേ? ഞങ്ങളെല്ലാം കാണാതെ നീണ്ട 5 വർഷം ഗൾഫിൽ തള്ളി നീക്കാൻ നിനക്കെങ്ങനെ കഴിഞ്ഞു ഹാഷിമേ? പ്രായമായ നിന്റെ ഉമ്മയെയും ബാപ്പയെയും നീ മറന്നു. നിന്റെ വിവരങ്ങളൊന്നും അറിയാത്തതിൽ വല്ലാത്ത വിഷമമുണ്ട് ബാപ്പയ്ക്ക്. ഈ വരുന്ന പെരുന്നാളിനെങ്കിലും നീ വരുന്ന പ്രതീക്ഷയിലാ ബാപ്പ. ഞങ്ങൾക്കറിയാം നിന്റെ സങ്കടം. സ്നേഹിച്ച പെണ്ണിനെ വിവാഹം കഴിക്കാൻ സാധിക്കാത്തതിൽ ഇത്രയ്ക്ക് നിരാശനാകേണ്ട കാര്യമില്ല. പടച്ചവൻ വിധിച്ചതേ നടക്കൂ. അത് തിരുത്താൻ നമുക്ക് അവകാശമില്ലടാ. അവളുടെ ഭർത്താവിനോടൊപ്പം അവൾ സുഖമായി ജീവിക്കട്ടെ. അങ്ങനെ പ്രാർത്ഥിക്കാനല്ലേ നമുക്ക് കഴിയൂ. എന്തായാലും നീ തിരിച്ചു വരണം. നിനക്ക് സുഖമാണെന്ന് പടച്ചവനിൽ വിശ്വസിച്ചുകൊണ്ട് അടുത്ത ഹജ്ജ് പെരുന്നാളിനെങ്കിലും നേരിൽ കാണാമെന്ന പ്രത്യാശയോടെ നിർത്തട്ടെ നിന്റെ സ്വന്തം കൂട്ടുകാർ. മറക്കാൻ കഴിയില്ല പഴയ കാലം. മനസ്സിൽ കളിപ്പെണ്ണിൻ മെലിഞ്ഞ കോലം. നാട്ടും പുറത്തിൻ്റെ കുളിരും കൊണ്ട് നാട്ടിലവളിൻ കഴിയുന്നുണ്ട്. മറക്കാൻ കഴിയില്ല പഴയ കാലം.
കുസുറാൻ കടൽ കടക്കുന്നോളെ മറക്കാൻ കഴിയില്ല പഴയ കാലം മനസ്സിൽ കളിപ്പെണ്ണിൻ മേലിഞ്ഞ കോലം അരിശം നടക്കുമ്പോൾ പേരീശം കൽബിൽ ആശകിൽ വളർന്നപ്പോൾ ദുആകൾ റബ്ബിൽ അരിശം നടക്കുമ്പോൾ പേരീശം കൽബിൽ ആശകിൽ വളർന്നപ്പോൾ ദുആകൾ റബ്ബിൽ സഖിയാമവൾ കണ്ണിൽ ഒരുത്തനെ സഹിക്കാൻ കഴിയാതെ ഇവരിങ്ങെത്തി സഖിയാമവൾ കണ്ണിൽ ഒരുത്തനെത്തി സഹിക്കാൻ കഴിയാതെ ഇവരിങ്ങെത്തി മറക്കാൻ കഴിയില്ല പഴയ കാലം മനസ്സിൽ കളിപ്പെണ്ണിൻ മേലിഞ്ഞ കോലം ഓർത്തോർത്തിവനിന്നീ ആലോപിക്കട്ടിൽ ഓക്ക് മരച്ചോട്ടിൽ മണലിൻ കാട്ടിൽ ഓർത്തോർത്തിവനിന്നീ ആലോപിക്കട്ടിൽ ഓക്ക് മരച്ചോട്ടിൽ മണലിൻ കാട്ടിൽ ഈ തപ്പന പൂക്കാനടിക്കും കാറ്റേ ഇവന്റെ കഥ നാട്ടിലറിയിച്ചാട്ടെ ഈ തപ്പന പൂക്കാനടിക്കും കാറ്റേ ഇവന്റെ കഥ നാട്ടിലറിയിച്ചാട്ടെ മറക്കാൻ കഴിയില്ല പഴയ കാലം മനസ്സിൽ കളിപ്പെണ്ണിൻ മേലിഞ്ഞ കോലം നാട്ടും പുറത്തിൻ്റെ കുളിരും കൊണ്ട് നാട്ടിലവളിന്നും കഴിയുന്നുണ്ട് മറക്കാൻ കഴിയില്ല പഴയ കാലം മനസ്സിൽ കളിപ്പെണ്ണിൻ മേലിഞ്ഞ കോലം ഹാഷിം, ഇത്താ എന്തോ നീ പാടിക്കഴിഞ്ഞപ്പോ കുഴപ്പമില്ലാതെ പാടാൻ പറ്റിയെന്നു ഇനി ജഡ്ജസിന്റെ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നുണ്ടല്ലോ. നമുക്ക് എന്നാലും ജഡ്ജസിനോട് ചോദിക്കാം. ഫിറോസ്ക, എന്താ കണ്ണൊക്കെ നിറഞ്ഞത്? ആ തുടക്കത്തിലേ നിറഞ്ഞു കണ്ണല്ലേ? ആ കത്ത് വായിച്ചപ്പോൾ മോന് ഫീലൊക്കെ എല്ലാവർക്കും ഒരുപോലെ തന്നെയല്ലേ അല്ലേ? മനസ്സുള്ളവർക്കൊക്കെ ഫീല് ഒരു സംഗതി വായിച്ചു കഴിയുമ്പോൾ ഞങ്ങൾക്കും അപ്പോൾ ഒന്ന് കണ്ണിങ്ങനെ ഒരു ചെറിയ എനിക്കൊരു ആ കത്ത് വായിച്ചപ്പോൾ മോൻ തുടക്കം നാട്ടിൽ നിന്ന് ഒരു ഒരു കൂട്ടുകാരൻ എഴുതിയ കത്ത്. ആ കത്തതായിരുന്നു ഒരു കുഞ്ഞുകാലത്തെ പ്രണയം അല്ലേ? കുഞ്ഞുകാലത്തല്ല, ഒരു യൗവനത്തിലെ പ്രണയം. അത് നടന്നില്ല, അങ്ങനെ ഗൾഫിലേക്ക് പോകുന്നു അല്ലേ? അങ്ങനെ കഥകളുള്ള ഒരുപാട് ഗൾഫുകാരുണ്ട്, പ്രവാസികൾ. ഗൾഫിലേക്ക് അങ്ങനെ ഞാനിനി ഇവിടെ നിൽക്കുന്നില്ല, ഗൾഫിലേക്ക് പോയിക്കോളാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ രക്ഷപ്പെട്ടു പോകുന്നവരുമുണ്ട്. എന്നിട്ട് അവിടെ പോയി തിരിച്ചു വന്ന് അങ്ങനെയുള്ള ഒരുപാട് കഥകളുണ്ട്. എനിക്കൊക്കെ അറിയാം അങ്ങനത്തെ ഒരുപാട് കഥകൾ. മോൻ അങ്ങനത്തെ ഒരു വിഷയമാണ് എടുത്തത്. ആര് പാടിയതാ? അത് തന്നെ ഗ്രേറ്റ് തിങ്.
അപ്പം അങ്ങനത്തെ ഒരു പാട്ട് മോന് എടുത്ത് പാടി വിജയിപ്പിക്കുക എന്ന് പറയുന്നത് വലിയൊരു പ്രയാസമുള്ള കാര്യം തന്നെയാണ് അല്ലേ. പിന്നെ പി ടി അബ്ദുറഹിമാൻ കെയുടെ ഒന്നുമില്ല, ഒന്നും പറയാനില്ല അങ്ങോട്ട്. പി ടി അബ്ദുറഹിമാൻ കെയുടെ വരികൾ എന്ന് പറഞ്ഞാൽ മാപ്പിളപ്പാട്ടിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, വീണ്ടും പറയുന്നു, എൻ്റെ മനസ്സിൽ 2 കവികളാണ് ഏറ്റവും ഉന്നത സ്ഥാനത്ത് നിൽക്കുന്നത്, പി ടി അബ്ദുറഹിമാൻ കെയും എസ് എ ജമീലും. കൃഷ്ണേട്ടനെ ഓർക്കുമ്പോൾ ഞാൻ വീണ്ടും പറയുന്ന കണ്ണിമാവിനെ എനിക്കൊന്ന് പാടാൻ തോന്നുന്നു. എൻ്റെ ഒരു കണ്ണിമാവിൻ ചോട്ടിലെന്നെ നീ വിളിച്ചില്ലേ പണ്ട്, ഉണ്ണിമാങ്ങ പാഞ്ഞെടുക്കാൻ മത്സരിച്ചില്ലേ. അനുപല്ലവി. തുമ്പിയെ നമ്മൾ വാനിൽ നൂല് ബന്ധിച്ച് നീലവാനിലെത്ര കളിവിമാനങ്ങൾ പറപ്പിച്ച് കാലമാകും കാട്ടരുവി പാഞ്ഞു പോകുന്ന കാഴ്ച കണ്ട് നിൽക്കെ നമ്മളും വളർന്നു പോയില്ലേ. ഒരുപാട് ഇമ്പ്രൂവ് ചെയ്തു. ഇപ്പോൾ ആ പ്രൊഫഷണൽ ശൈലിയിലേക്കൊക്കെ വന്നു സിംഗിങ്. ഇനി കുറച്ച് ചെറിയ 1-2 കാര്യങ്ങളൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്താൽ മോൻ ഗംഭീര സിംഗറായി കേട്ടോ. ആഷിം താങ്ക് യു ക. ഷബ്നത. ഹാഷിം എക്സലൻറ്റ് മോനെ. മോൻ്റെ ഈ സോങ്ങിൻ്റെ ഇൻട്രൊഡക്ഷൻ തന്നെ വളരെ ഹാർട്ട് ടച്ചിങ് ആയിരുന്നു, പറയാതിരിക്കാൻ വയ്യ. വളരെ ഒരു വിഷമം വരുന്ന രീതിയിലുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആയിരുന്നു മോനെ. എനിക്ക് തോന്നി നമ്മൾ മനസ്സിനക്കരയെന്നാണ് റൗണ്ട്. ഈ പ്രവാസികളുടെ മനസ്സിലെ വിഷമങ്ങൾ നമ്മൾ കടലാസിൽ എഴുതിയാലോ അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു വാക്കുകൾ പോലും കൊണ്ടുപോലും നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നതൊന്നല്ല. അത് ശരിക്കും നമ്മൾ ഈ പാട്ടുകൾ കേൾക്കുമ്പോഴാണ് അത് മനസ്സിലാവുന്നത്. അതിനൊക്കെ എത്രയോ അപ്പുറമാണെന്നുള്ളത്. കാര്യം അത് മനസ്സിന് ഉള്ള ഒരു ഫീലാണ്. അതൊരിക്കലും നമുക്ക് പാട്ടുകളിലൂടെയോ അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നില്ല, അതിനൊക്കെ അപ്പുറമാണ്. എങ്കിലും നമ്മൾ മനസ്സിലാക്കുന്ന രീതിയിൽ ഇത്രത്തോളമൊക്കെ എഴുതി വെച്ചിരിക്കുന്ന ഈ ലിറിസിസ്റ്റിനെയൊക്കെ നമ്മൾ നമിക്കണം ശരിക്കും. മോൻ അസലായിട്ട് തന്നെ പാടി. നല്ല വല്ലാത്തൊരു ഫീലായിരുന്നു മോൻ പാടിയത്. ഗ്രേറ്റ് ഫീൽ ഉണ്ടായിരുന്നു മോൻ പാടിയ പാട്ട്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ത. ഹജ്ലത. എന്താ പറ്റിയത്? മെലിഞ്ഞല്ലോ ആള്. എന്താ പറ്റിയെന്ന് വെച്ചാൽ ടെൻഷനായി. മെലിഞ്ഞല്ലോ ആള്. ഞാൻ കുണ്ടൂസ് എന്ന് പറയുന്നോണ്ടാണോ? അല്ല അല്ല. എന്താണ് ഇന്ന് ഡ്രസ്സിങ് ഒക്കെ ഭയങ്കര ഒരു ആവറേജ് സ്റ്റൈലിലാണല്ലോ വന്നത്, അല്ലെങ്കിൽ ഫുള്ളി ഇൻസൈഡൊക്കെ ആക്കിയിട്ടാണ് വരാറ്. സജില, ആഷിം ഡയറ്റിംഗ് ആണ് ഇപ്പോൾ. ആണോ? ഡയറ്റിംഗ് ആണ്. രാവിലെ ഒരു 26 ചപ്പാത്തി, ഉച്ചയ്ക്ക് 2 ചിക്കൻ ബിരിയാണി. ആണോ ഹാഷിം? ഡയറ്റിംഗ് അല്ല, കഴിക്കാറുണ്ടല്ലോ. ഇത് പ്രവാസം റൗണ്ട് ആയതുകൊണ്ടാണോ? കുറച്ച് വിരഹത്തോടെയാണ് വന്നതൊക്കെ, അതുകൊണ്ട് അങ്ങനെ ആവാന്ന് വിചാരിച്ചു അല്ലേ? പാട്ടിൽ എനിക്ക് തോന്നിയ കാര്യം മോനെ, പല്ലവി മോൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ആ കുളിരും കൊണ്ട് അതൊക്കെ ഇല്ലേ, ഫസ്റ്റ് കുറച്ചൊരു പിച്ച് ഔട്ടായിരുന്നു. നമുക്ക് ട്യൂൺ ശരിക്കും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു ട്യൂൺ പെർഫെക്റ്റ് ആയിരുന്നില്ല. പിന്നെ അനുപല്ലവിയൊക്കെ നന്നായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് അനുപല്ലവിയുടെ ലാസ്റ്റ് പോർഷൻസൊക്കെ സംഗതികളൊക്കെ നന്നായിട്ട് ക്ലിയർ ആയിട്ട് വന്നു. പിന്നെ ലാസ്റ്റ് പല്ലവി എനിക്ക് വന്ന് ഫസ്റ്റ് പാടിയതിനെക്കാട്ടും കുറച്ചുകൂടെ ക്ലിയർ ആയിട്ടൊക്കെ വന്നു ലാസ്റ്റ് പല്ലവിയൊക്കെ ആയപ്പോഴേക്ക്. പക്ഷേ എനിക്ക് ത്രൂ ഔട്ട് ഒരു കാര്യം തോന്നി മോനെ, ടെൻഷൻ ഉണ്ട്. എന്തായാലും കോൺഫിഡൻ്റ് ആണെന്ന് ഞാൻ പറയില്ല. ടെൻഷൻ ഇല്ലേ? ടെൻഷൻ ഉണ്ട്, അതാണ് ഞാൻ പറഞ്ഞത്. ടോട്ടലി ഒരു ഷിവറിങ് ഉണ്ട് മോനെ പ്ലാൻസിനൊക്കെ. അതുപോലെ നിർത്തുന്ന സ്ഥലത്തൊക്കെ എന്തൊക്കെയോ ഒരു പെർഫെക്ഷൻ കുറവുണ്ട്. അതും കൂടി ഒന്ന് കെയർ ചെയ്താൽ ഹാഷിം നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും കേട്ടോ. അതുകൊണ്ടാണ് പറയുന്നത്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ത. ആശ്രയിക്കാം. ഷബ്നത. 29. താങ്ക് യു. ഫിറോസ്ക. 38.5. താങ്ക് യു. ഹജ്ലത. 28.5. മനസ്സിനൊക്കെ റൗണ്ടിൽ 96 മാർക്സ് ആണ് ഹാഷിം നേടിയിട്ടുള്ളത്. വളരെ മനോഹരമായൊരു പെർഫോമൻസ് കാഴ്ചവെച്ച ഹാഷിമിന് റിഹാസ് വെഡിങ് സെന്റർ തലശ്ശേരി നൽകുന്ന ഒരു ചെറിയ സമ്മാനം. അപ്പം ഹാഷിം
കമ്മിങ് റൗണ്ട്സിൽ നന്നായി പ്രിപ്പയർ ചെയ്ത് റെഡിയായി വരാം. ഓൾ ദി ബെസ്റ്റ്. ഇന്നത്തെ സ്റ്റാർ ഓഫ് ദ എപ്പിസോഡ് ആരാണെന്ന് അറിയണ്ടേ? അതൊരു ആൺകുട്ടിയാണെങ്കിൽ ക്ലാസിക് മെൻസ് വെയർ അങ്കമാലി നൽകുന്ന ഒരു ഉഗ്രൻ ഗിഫ്റ്റും, പെൺകുട്ടിയാണെങ്കിൽ പ്രിൻസ് പട്ടുപാവാട എറണാകുളം നൽകുന്നൊരു സമ്മാനമാണ് അവരെ കാത്തിരിക്കുന്നത്. അപ്പം സജിലത്ത, ഇന്നത്തെ സ്റ്റാർ ആരാണ്? ഇന്നത്തെ സ്റ്റാർ എന്ന് പറയുന്നത് എൻ്റെ ഫേവറേറ്റ് ആണ് അസർ. അപ്പം അസർ ആണെന്ന് ഞാൻ പറയില്ല, അസർ നന്നായി പാടി. പക്ഷേ ഹാഷിമും നന്നായി പാടി, നമ്മളുടെ ജോത്സ്ന കുട്ടിയും നന്നായിട്ട് പാടി. അപ്പം ഇന്ന് നമ്മളുടെ ഏറ്റവും കൂടുതൽ ഇംപ്രസ് ചെയ്ത, കയ്യിൽ മൈലാഞ്ചിയൊന്നും ഇടാത്ത നല്ല മൈലാഞ്ചി പാട്ട് നമുക്ക് സമ്മാനിച്ച നമ്മളുടെ ജോത്സ്ന കുട്ടിയാണ് ഇന്നത്തെ സ്റ്റാർ ഓഫ് ദ എപ്പിസോഡ്. അനുഭൂതികളായിരമോർത്തിരുന്നൊരു മുത്ത് ബേബി, ആ കല്യാണമല്ലേ ഇന്ന് ആരംഭപ്പൂവി. അനുഭൂതികളായിരമോർത്തിരുന്നൊരു മുത്ത് ബേബി, ആ കല്യാണമല്ലേ ഇന്ന് ആരംഭപ്പൂവി.